നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. നൈജീരിയയിലെ കോണ്ടഗോറ കോൺവെന്റ് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി അക്രമികൾ. നവംബർ 20 പുലർച്ചെ മോട്ടോർ ബൈക്കുകളിൽ സ്കൂളിലേക്ക് അതിക്രമിച്ചെത്തിയ തോക്കുധാരികളായ സംഘം വിദ്യാർത്ഥികളും അധ്യാപകരുമടങ്ങിയ 52ഓളം പേരെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. നൈജർ സംസ്ഥാനത്തെ പാപ്പിരയിലുള്ള സെന്റ് മേരീസ് കാത്തലിക് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരു സംഘം അക്രമികൾ തട്ടിക്കൊണ്ടുപോയി. 52 വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്നവരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം കൃത്യമായ കണക്കുകൾ വ്യക്തമല്ലാത്തതിനാൽ സംഖ്യ ഇനിയും ഉയരുമെന്നും റിപ്പോർട്ടുണ്ട്. 2025 നവംബർ 21 സായുധധാരികളായി എത്തിയ അക്രമികൾ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോകും. ആക്രമണത്തിൽ സ്കൂളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. പുലർച്ചെ 1 മണിക്കും 3 മണിക്കും ഇടയിലാണ് സംഭവം. കൊണ്ടഗോറയിലെ കത്തോലിക്ക രൂപത ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടികളുടെയും അധ്യാപകരുടെയും സുരക്ഷയിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരുടെ വീണ്ടെടുപ്പ് ഉറപ്പാക്കാൻ ഏകോപിത ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പൊതുജനങ്ങൾ ശാന്തരായിരിക്കുവാനും സുരക്ഷാ ശ്രമങ്ങളെ പിന്തുണയ്ക്കുവാനും തട്ടിക്കൊണ്ടുപോകപ്പെട്ട എല്ലാവരുടെയും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുന്നത് തുടരുവാനും കൊണ്ടഗോറ രൂപത ബിഷപ്പ് ആഹ്വാനം ചെയ്തു. നവംബർ 21 രൂപത പുറത്തുവിട്ട പത്രക്കുറിപ്പിലൂടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. ഷിക്കാഗോ സെയിന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട വൈദിക സമ്മേളനം കൊയ്നോനിയ 2025 വർണ്ണാഭമായി. റീത്ത് വ്യത്യാസമില്ലാതെ അമേരിക്കയിലുടനീളമുള്ള മലയാളി കത്തോലിക്ക വൈദികരെ ഒന്നിപ്പിച്ച ചരിത്ര സംഗമമായി കൊയ്നോനിയ 2025 മാറി. അമേരിക്കൻ മണ്ണിൽ മലയാളികളുടെ ആത്മീയ യാത്രയ്ക്ക് മറ്റൊരു മഹത്തായ അധ്യായം കൂടി എഴുതിച്ചേർത്ത ചരിത്ര മുഹൂർത്തങ്ങളായി കൊയ്നോനിയ 2025 മാറി. ചിക്കാഗോ സെയിന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ 1 വർഷം നീളുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരൊത്തുചേരലായിരുന്നു കൊയ്നോനിയ എന്ന പേര് നൽകിയ മഹാവൈദിക സമ്മേളനം. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി വിവിധ രംഗങ്ങളിലും സേവനങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന 500ഓളം മലയാളി കത്തോലിക്ക വൈദികരുണ്ട്. കേരളത്തിന്റെ ആഴമേറിയ ആത്മീയ വിശ്വാസ പാരമ്പര്യവും ഇന്ത്യൻ കത്തോലിക്ക സഭ അനുഷ്ഠാനങ്ങളും ചേരുന്ന സീറോ മലബാർ, സീറോ മലങ്കര, ലാറ്റിൻ റീത്തുകൾ, ജ്ഞാനായ സഭയും വിവിധങ്ങളായ സന്യാസ സഭകളും കോൺഗ്രിഗേഷനുകളിൽ നിന്നുമുള്ള വൈദികരുമാണ് ഈ മഹാസമ്മേളനത്തിൽ ഒത്തുചേർന്നത്. ഈ വൈദിക സമ്മേളനം ഒരു സാധാരണ വൈദിക ഒത്തുചേരൽ മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ ജീവിത സമർപ്പണത്തിന്റെ സംഭാവനകളെ ഒരു വേദിയിൽ പ്രതിഫലിപ്പിക്കുന്ന ചരിത്ര സ്മാരകമാകുകയായിരുന്നു. ഇതുവഴി ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ വളർച്ചയുടെ നാൾ വഴികളിൽ ഇന്ന് 54 പള്ളികളും 35 മിഷനുകളും 70ഓളം സമർപ്പിത വൈദികരും 1 ലക്ഷത്തിലേറെ വരുന്ന വിശ്വാസ സമൂഹവും അമേരിക്കയിൽ ക്രൈസ്തവ സാക്ഷ്യത്തിനായി വളരുകയാണ്. ചിക്കാഗോ സീറോ മലബാർ രൂപതയ്ക്ക് വേണ്ടി നവംബർ 18, 19 തീയതികളിലായി ഈ വൈദിക സമ്മേളനം അണിയിച്ചൊരുക്കിയത് കേരളം പോലെ മനോഹരമായ അമേരിക്കയിലെ കേരളം എന്ന് വിശേഷിപ്പിക്കുന്ന മയാമി അവർ ലേഡി ഓഫ് ഹെൽത്ത് ഫൊറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിലാണ്. ആത്മീയതയും സാംസ്കാരിക വൈവിധ്യവും ഒന്നിക്കുന്ന അമേരിക്കൻ ഐക്യത്തിന്റെ ശക്തമായ പ്രതീതി ജ്വലിപ്പിച്ച കൊയ്നോനിയ 2025 തിളക്കമാർന്ന അതിഥികളും പങ്കാളികളായി അമേരിക്കൻ ബിഷപ്പ് കോൺഫറൻസ് അംഗവും പെൻസിക്കോള ബിഷപ്പുമായ ബിഷപ്പ് വില്യം എ വാക്ക്, മയാമി ആർച്ച് ബിഷപ്പ് തോമസ് വെൻസ്കി, ഇന്ത്യൻ കോൺസുൽ ജനറൽ, കോറൽ സ്പ്രിംഗ്സ് മേയർ സ്കോട്ട് ജെ ബ്രൂക്ക്, ചിക്കാഗോ സീറോ മലബാർ രൂപത ബിഷപ്പ് മാർ ജോയി ആലപ്പാട്ട്, ബിഷപ്പ് എമറിറ്റസ് മാർ ജേക്കബ് അങ്ങാടിയത് എന്നിവർ കൊയ്നോനിയ വേദിയെ വിശിഷ്ടമാക്കി. ഫ്ലോറിഡ സംസ്ഥാനത്തെ രാഷ്ട്ര സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ നേതാക്കന്മാരും സന്നിഹിതരായി. നവംബർ 18 കോറൽ സ്പ്രിംഗ്സിലെ സെയിന്റ് എലിസബത്ത് ആൻഡ് സെന്റ് ആൻ കാത്തലിക് പള്ളിയിൽ പരിപാടികൾക്ക് തുടക്കമായി. പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികളെ താളമേള വാദ്യാഘോഷങ്ങളോടും മുത്തുക്കുടകളുടെ അകമ്പടിയോടും കൂടെ സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിച്ചു. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് അഭിവന്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 200ഓളം വൈദികരും ചേർന്ന് അർപ്പിച്ച പരിശുദ്ധ കുർബാനയ്ക്ക് വലിയൊരു ജനസഞ്ചയം സാക്ഷിയായി. തുടർന്ന്
തുടർന്ന് അതിഥികളും വൈദികരും ജനസമൂഹവും ഒന്നിച്ചു ചേർന്ന് അത്താഴവിരുന്ന്, 7 മണിക്ക് പൊതുസമ്മേളനവും വൈവിധ്യമാർന്ന സാംസ്കാരിക കലാസന്ധ്യാപാവനവും നടത്തപ്പെട്ടു. കൊയ്നോനിയ 2025 ഒരു വൈദിക സമ്മേളനം എന്നതിനപ്പുറം ഒരു ആത്മീയ പുനർജനനത്തിന്റെ വിളംബരവും ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ ജൂബിലി വർഷത്തിലെ പുതിയ ദിശാബോധത്തിന്റെ വലിയൊരു പ്രകാശകിരണവുമായി മാറി. കൊയ്നോനിയ 2025ന്റെ ഉജ്ജ്വല വിജയത്തിനായി ഏതാനും മാസങ്ങളായി ചിക്കാഗോ രൂപത അധ്യക്ഷൻ മാർ ജോയി ആലപ്പ് രക്ഷാധികാരിയായും വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോൺ മേലേപ്പുറം സഹരക്ഷാധികാരിയായും ഫൊറോന വികാരി ഫാദർ ജോർജ് ഇളമ്പാശ്ശേരി ചെയർമാനും ജോഷി ജോസഫ് ജനറൽ കൺവീനറായും 20ഓളം വിവിധ കമ്മിറ്റി ചെയർമാൻമാരും കൈക്കാരന്മാരും പള്ളിക്കമ്മിറ്റി അംഗങ്ങളും ഈ ഒത്തുചേരലിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇതിന്റെ വിജയത്തിനായി അവർ ലേഡി ഓഫ് ഹെൽത്ത് ഇടവക സമൂഹം ഒന്നിച്ച് പരിശ്രമിച്ചിരുന്നു. ഗസ മുനമ്പിൽ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കങ്ങളിലൊന്ന് കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന. 2014 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഹാദർ ഗോൾഡിന്റെ മൃതദേഹം അടുത്തയിടെ ഹമാസ് സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിലായിരുന്നുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഗോൾഡിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഈ മാസം ആദ്യം ഇസ്രായേലിന് കൈമാറിയിരുന്നു. കണ്ടെത്തിയ തുരങ്കത്തിന്റെ വിശദാംശങ്ങൾ IDF എക്സിലൂടെ പങ്കുവച്ച വീഡിയോയിൽ വിശദീകരിച്ചു. തുരങ്കത്തിന് 7 കിലോമീറ്ററിലധികം നീളവും 25 മീറ്ററിലധികം ആഴവും 80 മുറികളും ഉണ്ടെന്നാണ് IDF പറയുന്നത്. ജനസാന്ദ്രതയേറിയ റഫ പ്രദേശത്തിന് താഴെയായും UNRWA കോമ്പൗണ്ടുകൾ, മസ്ജിദുകൾ, ക്ലിനിക്കുകൾ, കിൻഡർ ഗാർഡനുകൾ എന്നിവയ്ക്ക് അടിയിലൂടെയുമാണ് ഈ തുരങ്കം കടന്നുപോകുന്നത്. ആയുധങ്ങൾ സൂക്ഷിക്കുവാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുവാനും കമാൻഡർമാർക്ക് തങ്ങാനുമായിരുന്നു ഹമാസ് ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നത്. മുതിർന്ന ഹമാസ് കമാൻഡർമാർ ഉപയോഗിച്ചിരുന്ന കമാൻഡ് പോസ്റ്റായി പ്രവർത്തിച്ച മുറികളും സൈന്യം കണ്ടെത്തി. ഇതിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവറിനൊപ്പം മെയ്യിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷബാനയുടെ കമാൻഡ് പോസ്റ്റും ഉൾപ്പെടുന്നു. ലഫ്റ്റനന്റ് ഫാദർ ഗോൾഡിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിൽ പങ്കാളിയായ മർവാൻ അൽ ഹംസ എന്ന ഹമാസ് ഭീകരനെ അറസ്റ്റ് ചെയ്തതായി മറ്റൊരു പോസ്റ്റിൽ IDF അറിയിച്ചു. റഫയിലെ വൈറ്റ് ക്രൗണ്ട് തുരങ്കത്തിൽ ലഫ്റ്റനന്റ് ഗോൾഡിനെ അടക്കം ചെയ്ത സ്ഥലം ഇയാൾക്ക് അറിയാമായിരുന്നുവെന്നും IDF വ്യക്തമാക്കി. ഗോൾഡിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇസ്രായേലിൽ സംസ്കരിക്കുന്നതിനായി കഴിഞ്ഞ 6 മാസത്തിനിടെ നടന്ന രഹസ്യ ഓപ്പറേഷനുകളുടെ ഭാഗമായിരുന്നു 2025 ജൂലൈയിലെ ഈ ഓപ്പറേഷൻ. ഏകദേശം 6 ആഴ്ചയോളം പഴക്കമുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും പരസ്പരം ലംഘിക്കുന്നു എന്നാരോപിക്കുന്നതിനിടയിൽ മേഖലയിൽ പുതിയ ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കല്ലറ സന്ദർശിച്ച് ലിയോ 14 പാപ്പ. ലോകം പ്രത്യാശയുടെ അടയാളങ്ങൾക്കായി തിരയുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധന്റെ ജീവിതസാക്ഷ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് ആത്മീയ പ്രചോദനമേകി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800ാം ചരമവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ലിയോ 14 പാപ്പ അസീസിയിലെത്തി. വിനയത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും വിശുദ്ധനായ ഫ്രാൻസിസിന്റെ കല്ലറ സന്ദർശിച്ച് പാപ്പ ആദരമർപ്പിച്ചു. കനത്ത മഴയും തണുപ്പും വകവയ്ക്കാതെ തടിച്ചുകൂടിയ വിശ്വാസികൾക്ക് ആവേശമായി ഈ സന്ദർശനം. ഈ വിശുദ്ധ സ്ഥലത്ത് വരാൻ സാധിച്ചത് ഒരനുഗ്രഹമായി പാപ്പ വിശേഷിപ്പിച്ചു. ലോകം പ്രത്യാശയുടെ അടയാളങ്ങൾ തേടുന്ന ഈ നിർണായക ഘട്ടത്തിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ ദാരിദ്ര്യവും വിനയവും ഇന്നും നമ്മോട് ശക്തമായി സംസാരിക്കുന്നുവെന്ന് പാപ്പ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി പാപ്പ ഇറ്റാലിയൻ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് അവർ ലേഡി ഓഫ് ദി ഏഞ്ചൽസ് ബസിലിക്കയിൽ നടന്ന ഇറ്റാലിയൻ മെത്രാൻമാരുടെ 81ാം ജനറൽ അസംബ്ലിയിലും പങ്കെടുത്തു. ഉംബ്രിയയുടെ ആത്മീയ കേന്ദ്രമായ മോണ്ടെഫാൽക്കോയിലെ അഗസ്റ്റീനിയൻ സന്യാസിമാരുടെ മഠത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങി. വിശുദ്ധന്റെ ദർശനങ്ങൾ പിന്തുടരാനുള്ള ആഹ്വാനവുമായാണ് പാപ്പ അസീസി വിട്ടത്. റോമിൽ ആഗോളതലത്തിലുള്ള ഗായക സംഘങ്ങളുടെ ജൂബിലി ആഘോഷത്തിന് നവംബർ 22-ാം തീയതി തിരിതെളിക്കും. 117 രാജ്യങ്ങളിൽ നിന്നുള്ള 35,000-ത്തിലധികം തീർത്ഥാടകരാണ് വത്തിക്കാനിൽ നവംബർ 22-23 തീയതികളിൽ നടക്കുന്ന ഗായക സംഘങ്ങളുടെ ജൂബിലിയിൽ പങ്കെടുക്കുന്നത്. നവംബർ 23-ന് ഞായറാഴ്ച മാർപ്പാപ്പയോടത്തുള്ള ദിവ്യബലിക്ക് ശേഷം സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രി നൂറ്റാണ്ടുകളുടെ ശബ്ദം എന്ന് പേരിട്ട സംഗീത വിരുന്ന് നടത്തും. ഈ വർഷം 117 രാജ്യങ്ങളിൽ നിന്നുള്ള 35,000 തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഗായക സംഘങ്ങളുടെ ഒത്തുചേരൽ റോമിൽ ആരംഭിച്ചു. നവംബർ 22 ശനിയാഴ്ച വത്തിക്കാൻ സമയം രാവിലെ 10 മണിക്കാണ് സമ്മേളനം ആരംഭിച്ചത്.
സമ്മേളനത്തിൽ ഗായകരും രൂപത ഇടവക അമച്വർ ഗായക സംഘങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുത്തിട്ടുണ്ട്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലും ലയോ 14 മാർപ്പാപ്പയുടെ ജൂബിലി വേദിയിലും സംഘങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കും. ഉച്ചകഴിഞ്ഞ് 2 മുതൽ വൈകുന്നേരം 5 വരെ റോമിലെ പേപ്പൽ ബസലികകളായ സെന്റ് പീറ്റേഴ്സ്, സെന്റ് ജോൺ ലാട്രൻ, സെന്റ് പോൾ ഔട്ട്സൈഡ് ദി വോൾസ്, സെന്റ് മേരി മേജർ എന്നിവയുടെ വിശുദ്ധ വാതിലുകളിലേക്ക് തീർത്ഥാടകയാത്ര ഉണ്ടായിരിക്കും. ജൂബിലി തീർത്ഥാടകർക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് ഇവാഞ്ചലൈസേഷൻ ഡിക്കാസ്ട്രി അറിയിച്ചിട്ടുണ്ട്. വൈകുന്നേരം 5 മുതൽ 7:30 വരെ 90 റോമൻ ചർച്ചുകളിൽ നിന്നുള്ള 100 ഗായക സംഘങ്ങളുടെ ഗാനാലാപനം ദിവ്യബലിയോടൊപ്പം ഉണ്ടായിരിക്കും. അതേസമയം നവംബർ 23 ഞായറാഴ്ച 10:30 സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ലയോ 14 പാപ്പ നയിക്കുന്ന വിശുദ്ധ കുർബാനയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന തീർത്ഥാടകർ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് സുവിശേഷവൽക്കരണത്തിനുള്ള ഡിക്കാസ്ട്രി നൂറ്റാണ്ടുകളുടെ ശബ്ദം എന്ന പേര് നൽകിയ സംഗീത വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം വൈകുന്നേരം 4 മണിക്ക് മറ്റ് സംഗീത പരിപാടികൾ നടക്കും. ഓരോന്നും ആരാധനക്രമ വത്സരത്തിന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങൾക്കായിട്ടാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ദശാബ്ദങ്ങളിലൂടെ ആത്മീയതയുടെ ശബ്ദമായി വിവിധ സാങ്കേതിക ഭാഷാപരമായ വളർച്ചയിലൂടെ സംഗീതത്തിന്റെയും ഗായകരുടെയും യാത്ര ഭൗതികവും ആത്മീയവുമായിരുന്നുവെന്ന് വത്തിക്കാൻ പരാമർശിച്ചു. വത്തിക്കാനിൽ സഭയുടെ നേതൃത്വത്തിലുള്ള 2ാമത്തെ ലോക ശിശു ദിനാചരണത്തിന്റെ തീയതി പ്രഖ്യാപിച്ച് ലിയോ 14 പാപ്പ. 2026 സെപ്റ്റംബർ 25 മുതൽ 27 വരെയുള്ള തീയതികളിലാണ് 2ാമത്തെ ലോക ശിശു ദിനാചരണം. 2026 സെപ്റ്റംബർ 25 മുതൽ 27 വരെ തീയതികളിൽ വത്തിക്കാനിൽ സഭയുടെ നേതൃത്വത്തിലുള്ള 2ാമത്തെ ലോക ശിശുദിനാചരണം. ബുധനാഴ്ചയിലെ പൊതു കൂടിക്കാഴ്ച വേളയിൽ ലയോ 14 പാപ്പ തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. അൽമായർക്കും കുടുംബത്തിനും ജീവിതത്തിനുമുള്ള ഡിക്കാസ്ട്രിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൊതുസമ്മേളനത്തിന്റെ അവസാനം ഗാസയിൽ നിന്നുള്ള 7 വയസ്സുകാരൻ മജിദ് ബെർണാഡും ഫാദർ ആൻസോ ഫോർച്യൂനാറ്റയും ചേർന്ന് വരാനിരിക്കുന്ന ശിശുദിനത്തിന്റെ ഔദ്യോഗിക ലോഗോ പതിച്ച പതാക പാപ്പയ്ക്ക് സമ്മാനിച്ചു. 5 വയസ്സിന് താഴെയുള്ള ഏകദേശം 13,000-ഓളം കുട്ടികൾക്ക് അനുദിനം ജീവൻ നഷ്ടമാകുകയും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ സംഘർഷഭരിത മേഖലയിൽ കഴിയുകയും ചെയ്യുന്ന ലോകത്ത് ലയോ 14 പാപ്പയോടൊപ്പം മെച്ചപ്പെട്ട ഭാവി സാധ്യമെന്ന് തങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് ഫാദർ ആൻസോ ഫോർച്യൂനാറ്റോ പറഞ്ഞു. 2024 നടന്ന ആദ്യത്തെ ലോക ശിശുദിനത്തിൽ 101 രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 1 ലക്ഷത്തിലധികം കുട്ടികൾ വത്തിക്കാനിൽ ഒരുമിച്ചുകൂടിയിരുന്നു. ഇറ്റാലിയൻ വൈദികനായിരുന്ന ഫാദർ കർമെലോ ഡി പാൽമയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി കത്തോലിക്ക സഭ. നവംബർ 15 ശനിയാഴ്ച ഇറ്റലിയിലെ ബാരി നഗരത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്കിടയിലാണ് കുമ്പസാരക്കൂട്ടിലെ നായകൻ എന്നറിയപ്പെടുന്ന ഫാദർ കർമെലോയെ ലിയോ 14 പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. കുമ്പസാര ശുശ്രൂഷയ്ക്കും ആത്മീയ മാർഗനിർദ്ദേശത്തിനുമായി ജീവിതം സമർപ്പിച്ച ഇറ്റാലിയൻ വൈദികൻ ഫാദർ കാർമെലോ ഡി പാൽമ വാഴ്ത്തപ്പെട്ട പദവിയിൽ. ഇറ്റലിയിലെ ബാരിയിലെ സെന്റ് സ്കോളാസ്റ്റിക്കയിലെ വിശ്വാസികളുടെയും വൈദികരുടെയും സെമിനാരി വിദ്യാർത്ഥികളുടെയും ബെനഡിക്റ്റൈൻ കന്യാസ്ത്രീകളുടെയും കുമ്പസാര ശുശ്രൂഷയ്ക്കും ആത്മീയ മാർഗനിർദ്ദേശത്തിനുമായി ജീവിതം പൂർണ്ണമായി ഒഴിഞ്ഞുവെച്ച രൂപതാ വൈദികനായിരുന്നു ഫാദർ കാർമെലോ. വൈദികന്റെ സാക്ഷ്യം ദൈവത്തിന്റെ വിശുദ്ധ ജനത്തിന്റെ സേവനത്തിനായി പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കാൻ വൈദികരെ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ലയോ 14 പാപ്പ ഞായറാഴ്ച പറഞ്ഞിരുന്നു. നവംബർ 15 ശനിയാഴ്ച ഇറ്റലിയിലെ ബാരി നഗരത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്കിടെ കുമ്പസാരക്കൂട്ടിലെ നായകനെന്നറിയപ്പെടുന്ന ഫാദർ കാർമെലോ ഡി പാൽമയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയായിരുന്നു. രാവും പകലുമില്ലാതെ കുമ്പസാരത്തിനും ആത്മീയ സഹായത്തിനും ജീവിതമർപ്പിച്ച അദ്ദേഹം 1961 നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത്. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കർദിനാൾ മാർസെല്ലോ സെമരാരോ മുഖ്യ കാർമ്മികനായ ദിവ്യബലി മധ്യേയാണ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടന്നത്. 1976 ജനുവരി 27 ബാരിയിലാണ് അദ്ദേഹം ജനിച്ചത്. മാതാപിതാക്കളുടെ വിയോഗശേഷം അനാഥനായ അദ്ദേഹം 10ാം വയസ്സിൽ സ്വന്തം നാട്ടിലെ സെമിനാരിയിൽ ചേർന്നു. 1998 നേപ്പിൾസിൽ വൈദികനായി നിയമിതനായി. പിന്നീട് ബാരിയിലെ സെന്റ് നിക്കോളാസിന്റെ ബസലിക്കയുടെ ചാപ്ലിനായും അദ്ദേഹം നിയമിതനായി. അവിടെ വിശുദ്ധ കുർബാനയർപ്പിച്ചും അനേകരെ കുമ്പസരിപ്പിച്ചും വിവിധ ഇടവക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചും സേവനമനുഷ്ഠിച്ചു. പിന്നീട് പരിശുദ്ധ സിംഹാസനത്തിന്റെ കൽപ്പന പ്രകാരം ബസലിക്ക ഡൊമിനിക്കൻ വൈദികരെ ഏൽപ്പിച്ചു. വൈകാതെ ബാരിയിലെ സാന്ത എസ്കലോസ്റ്റിക്കയിലെ ബെനഡിക്റ്റൈൻ കന്യാസ്ത്രീകളുടെയും സെന്റ് ബെനഡിക്റ്റിന്റെ ഒബ്ലേറ്റുകളുടെയും ആത്മീയ ഡയറക്ടറായി ഫാദർ കാർമെലോയെ നിയമിച്ചു. ഈ സമയത്ത് വൈദികർക്കും സെമിനാരി വിദ്യാർത്ഥികൾക്കും സന്യസ്തർക്കും അദ്ദേഹം ആത്മീയ മാർഗനിർദ്ദേശങ്ങൾ നൽകി. അനേകർക്ക് കുമ്പസാര കൂദാശയുടെ ആത്മീയ ഫലങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു. വിട്ടുമാറാത്ത വൻകുടൽ പുണ്ണ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ,
കാഴ്ചശക്തി നഷ്ടപ്പെടൽ എന്നിവയെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യം വഷളായി. അസുഖം കാരണം അദ്ദേഹം തന്റെ മുറിയിലാണ് ദിവ്യബലിയർപ്പണം തുടർന്നിരുന്നത്. ആരോഗ്യം പ്രതിസന്ധിയിലായപ്പോഴും കുമ്പസാരം കേൾക്കുന്നതും റൂമിൽ തുടർന്നു. 1961 ഫെബ്രുവരിയിൽ അദ്ദേഹം അവസാനമായി പരസ്യമായി കുർബാനയർപ്പിച്ചു. 1961 ഓഗസ്റ്റ് 24 അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. നൈജീരിയയിൽ അറുതിയില്ലാത്ത ക്രൈസ്തവ വേട്ട തുറന്നുവിട്ട് ഇസ്ലാമിക തീവ്രവാദികൾ. ഇന്റർ സൊസൈറ്റിയുടെ ഞെട്ടിക്കുന്ന പുതിയ റിപ്പോർട്ട് പ്രകാരം 2 ആഴ്ചയ്ക്കുള്ളിൽ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് 101 ക്രിസ്ത്യാനികൾ. 114 ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോയി. 6 ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൈജീരിയയെ പ്രത്യേക ആശങ്കാജനകമായ രാജ്യമായി പ്രഖ്യാപിച്ച് 2 ആഴ്ച തികയും മുമ്പ് പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഉയരുന്നത് കൊടിയ ക്രൈസ്തവ പീഡനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകൾ. ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനം നിരന്തരം തുടരുന്നു. അവ ദിനംപ്രതി വർദ്ധിക്കുന്ന കാഴ്ച. ഇത് വംശഹത്യ അല്ലെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യം ഉയർത്തുന്നതാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടി ആൻഡ് റൂൾ ഓഫ് ലോ അഥവാ ഇന്റർ സൊസൈറ്റിയുടെ പുതിയ റിപ്പോർട്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഒക്ടോബർ 28-നും നവംബർ 11-നും ഇടയിൽ വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ 4 പുരോഹിതന്മാരെ ഉൾപ്പെടെ 101 ക്രിസ്ത്യാനികളെ ഇസ്ലാമികവാദികൾ കൊലപ്പെടുത്തി. അതേ കാലയളവിൽ 114 ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോയി. 6 ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. നൈജീരിയയിലെ നിരപരാധികളായ ക്രൈസ്തവർക്ക് നേരെ ഇസ്ലാമിക തീവ്രവാദികളുടെ അറുതിയില്ലാത്ത അക്രമം തുടരുന്നുവെന്ന് ഇന്റർ സൊസൈറ്റി ഗവേഷകർ പങ്കുവയ്ക്കുന്നു. ഒക്ടോബർ 28 മുതൽ നവംബർ 11 വരെയുള്ള കഴിഞ്ഞ 14 ദിവസങ്ങളിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരമായ നരനായാട്ടിൽ നിരവധി ക്രൈസ്തവ ജനങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗം അക്രമങ്ങളും കടുന, ബെനു, തരാബ, ബോർണോ സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത്. ഇന്റർ സൊസൈറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം നവംബർ 1 മുതൽ കൃത്യമായി പറഞ്ഞാൽ നൈജീരിയൻ സർക്കാർ ക്രൈസ്തവരുടെ കൊലപാതകങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കുമെതിരെ കൃത്യമായ നടപടി അവഗണിച്ചാൽ സൈനിക ഇടപെടലിനുള്ള സാധ്യതയെക്കുറിച്ച് ട്രംപ് സൂചന നൽകിയതിനു ശേഷവുമാണ് തീവ്രവാദികളുടെ ഈ ക്രൈസ്തവ വേട്ട. സാങ്കല്പിക ലോകത്തു നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് ഭാവി തലമുറയെ കൈപ്പിടിച്ചുയർത്താൻ ഒരുങ്ങി ഓസ്ട്രേലിയ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ തയ്യാറെടുത്ത് ഭരണകൂടം. ഡിസംബർ 4 മുതലാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ത്രെഡ്സ് എന്നിവ പൂട്ടാൻ തുടങ്ങുന്നതെന്ന് മെറ്റ അറിയിച്ചു. കുട്ടികളെ കുട്ടികളായിരിക്കാൻ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകോത്തരമായ ഈ വിലക്ക് ഏർപ്പെടുത്തുന്നതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. ഓസ്ട്രേലിയ വലിയ മാറ്റത്തിന്റെ വക്കിൽ. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരോധിച്ച് സർക്കാർ. കുട്ടികളെ കുട്ടികളായിരിക്കുവാൻ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിലക്ക് ഏർപ്പെടുത്തുന്നതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. 2025 ഡിസംബർ 10 മുതലാണ് നിരോധനം നടപ്പിൽ വരുന്നത്. കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരിടുന്ന സമ്മർദ്ദങ്ങളും അപകട സാധ്യതകളും കുറയ്ക്കുകയാണ് ഇതിന് ലക്ഷ്യം. അതേസമയം 10-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ 96% പേരും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും 10-ൽ 7 പേർക്ക് സമൂഹത്തിനും ജീവിതത്തിനും തികച്ചും ദോഷകരമായേക്കാവുന്ന ആശയങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഓസ്ട്രേലിയൻ സർക്കാർ നടത്തിയ പഠനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ്, എക്സ് എന്നിവയുൾപ്പെടെ 10 പ്ലാറ്റ്ഫോമുകൾക്കാണ് നിലവിൽ ഈ നിരോധനം ബാധകമാകുക. സോഷ്യൽ മീഡിയ കമ്പനികളാണ് നിരോധനം ഏർപ്പെടുത്തുവാൻ കടപ്പെട്ടിരിക്കുന്നതെന്നും നിയമം ലംഘിക്കുന്ന കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ ശിക്ഷയില്ല എന്നും, എന്നാൽ ഇത് നടപ്പാക്കുന്നതിൽ സാമൂഹ്യ മാധ്യമ കമ്പനികൾ വീഴ്ച വരുത്തിയാൽ കമ്പനികൾക്ക് $49.5 ദശലക്ഷം വരെ പിഴ ചുമത്തുമെന്നും ഓസ്ട്രേലിയൻ ഭരണകൂടം അറിയിച്ചു. ഉപയോക്താക്കളുടെ പ്രായം ഉറപ്പുവരുത്തുവാൻ ഗവൺമെന്റ് ഐഡികളും മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യകളും പോലുള്ള രീതികൾ കമ്പനികൾ ഉപയോഗിക്കണം. നിരോധനം ഫലപ്രദമാകുമോ എന്നതിനെക്കുറിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മെറ്റ കമ്പനി ഡിസംബർ 4 മുതൽ തന്നെ കൗമാരക്കാരുടെ അക്കൗണ്ടുകൾ അടച്ചുപൂട്ടുവാൻ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ പൂർണ്ണമായി നിരോധിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ. യൂറോപ്പിനെ ഞെട്ടിച്ച് മൊസാദിന്റെ സുപ്രധാന വെളിപ്പെടുത്തൽ. യൂറോപ്പിൽ അടുത്തിടെ പരാജയപ്പെടുത്തിയ ഹമാസ് ഭീകരാക്രമണ പദ്ധതികൾ ഖത്തറിലും തുർക്കിയിലും ആസൂത്രണം ചെയ്തിരുന്നതായി മൊസാദ്. യൂറോപ്പിൽ അടുത്തിടെ നിരവധി ഹമാസ് തീവ്രവാദികൾ അറസ്റ്റിലായിരുന്നു. ഒപ്പം വൻ ആയുധശേഖരവും കണ്ടെത്തിയിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ ഒരു നീണ്ട ഓപ്പറേഷനിൽ തീവ്രവാദിയെന്ന് സംശയിക്കുന്നവരെ ആയുധ ശേഖരങ്ങളെയും കസ്റ്റഡിയിലെടുത്തതായി മൊസാദ് പ്രസ്താവനയിൽ പറയുന്നു. ഹമാസിന്റെ സ്ലീപ്പർ സെല്ലുകൾ നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിരുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഈ മാസം ആദ്യം ജർമ്മൻ പോലീസ് ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ജൂത ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതായി കണ്ടെത്തിയ ജർമ്മനിയിലെ ഹമാസ് അംഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. യൂറോപ്പിൽ പലയിടത്തായി പരാജയപ്പെടുത്തിയ ഹമാസ് ഭീകരാക്രമണ പദ്ധതികൾ
ഖത്തറിലും തുർക്കിയിലും ആസൂത്രണം ചെയ്തിരുന്നതായി മൊസാദ് വെളിപ്പെടുത്തി. സംഭവത്തിൽ ജർമ്മൻ അറസ്റ്റ് വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ ലണ്ടനിൽ വെച്ച് 39-കാരനായ ആളെ അറസ്റ്റ് ചെയ്തതായി ജർമ്മൻ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു. ആക്രമണങ്ങൾക്ക് ആയുധം വാങ്ങാൻ ശ്രമിച്ചുവെന്ന സംശയത്തിൽ ഒക്ടോബറിൽ അറസ്റ്റിലായ 3 ഹമാസ് പ്രവർത്തകരിൽ ഒരാളാണ് അബദ് അൽ ജി എന്നറിയപ്പെടുന്ന ജർമ്മൻ പൗരൻ. അറസ്റ്റിനിടെ പോലീസ് ഒരു AK-47 അസോൾട്ട് റൈഫിൾ, കൈത്തോക്കുകൾ, വെടിയുണ്ടകൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു. 3 പേരുമായും യാതൊരു ബന്ധവുമില്ല എന്ന് ഹമാസ് പ്രതികരിച്ചു. ഹമാസുമായി അടുത്ത ബന്ധമുള്ള ആഗോളതലത്തിൽ സജീവമായ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന് ശേഷം ഓസ്ട്രിയയുടെ സ്റ്റേറ്റ് ഇന്റലിജൻസ് ഏജൻസി വിയന്നയിൽ നിന്നും ആയുധങ്ങൾ പിടിച്ചെടുത്തതായി ഓസ്ട്രിയയുടെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആയുധങ്ങൾ ഹമാസ് പ്രവർത്തകനായ മുഹമ്മദ് നഈമിന്റേതായിരുന്നുവെന്നും നഈമിന്റെ പിതാവ് ഗാസ ആസ്ഥാനമായുള്ള മുതിർന്ന ഹമാസ് പോളിറ്റ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ ബാസം നഈം ആണെന്നും മൊസാദ് പ്രസ്താവനയിൽ പറയുന്നു. ആക്രമണത്തിന്റെ ആസൂത്രകരിൽ തുർക്കിയിലെ ഹമാസ് അംഗങ്ങളും ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് ഹമാസിന്റെ യൂറോപ്പ് ശൃംഖലയെക്കുറിച്ച് അന്വേഷിക്കുവാൻ കാരണമെന്ന് ഇസ്രായേൽ പറഞ്ഞു. 1 വർഷം മുൻപ് ഹമാസ് തീവ്രവാദ പ്രവർത്തകൻ ബുർഹാൻ അൽ ഖാത്തിബ് തുർക്കിയിൽ സന്ദർശനം നടത്തിയ ശേഷം ജർമ്മനിയിൽ അറസ്റ്റിലായിരുന്നു. മൊസാദിന്റെ പുതിയ വെളിപ്പെടുത്തൽ യൂറോപ്പിലാകെ ഭീതി പരത്തിയിരിക്കുകയാണ്. ഹമാസ് പോലുള്ള തീവ്രവാദ സംഘങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കുന്നത് ലോകത്തിന് ഭീഷണിയാണെന്നും ഇസ്രായേൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്. സീറോ മലബാർ സഭയ്ക്ക് അറേബ്യയിൽ പുതിയ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററെ അനുവദിച്ച് വത്തിക്കാൻ. ഇരിങ്ങാലക്കുട രൂപതയുടെ വികാരി ജനറൽ ആയിരിക്കുന്ന ഫാദർ ജോളി വടക്കനാണ് ഈ പദവിയിലേക്ക് നിയമിതനായിരിക്കുന്നത്. ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസികൾക്കായുള്ള അപ്പസ്തോലിക് വിസിറ്റേറ്ററായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ മോൺസിനോർ ജോളി വടക്കിനെ പരിശുദ്ധ പിതാവ് ലെയോ 14 പാപ്പ നിയമിച്ചു. ഇത് സംബന്ധിച്ച് വത്തിക്കാനിൽ നിന്നുള്ള അറിയിപ്പ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് ഭാരതത്തിലെ അപ്പസ്തോലിക് നൂൻഷോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജിറെല്ലി വഴി ലഭിച്ചു. ഇരിങ്ങാലക്കുട രൂപതാ കേന്ദ്രത്തിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണൂക്കാടൻ വിശ്വാസികൾക്കായി സുപ്രധാന പ്രഖ്യാപനം നടത്തി. ഗൾഫ് നാടുകളിലെ സിറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്തോലിക് വിസിറ്റേറ്ററായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ വെരി റെവറൻഡ് ഫാദർ മോൺസിന്യൂർ ജോളി വടക്കനെ പരിശുദ്ധ പിതാവ് ലെയോ 14 മാർപ്പാപ്പ നിയമിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. ഗൾഫ് നാടുകളിൽ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും കർമ്മപദ്ധതി തയ്യാറാക്കാനുമാണ് അപ്പസ്തോലിക് വിസിറ്റേറ്ററെ നിയമിച്ചിരിക്കുന്നത്. അറേബ്യൻ ഉപദ്വീപിലെ 2 അപ്പസ്തോലിക് വികാരിയത്തുകളുടെ അധ്യക്ഷന്മാരുമായുള്ള ഐക്യത്തിലും സഹകരണത്തിലുമായിരിക്കും അപ്പസ്തോലിക് വിസിറ്റേറ്റർ പ്രവർത്തിക്കുന്നത്. തന്റെ ദൗത്യ നിർവഹണത്തിന്റെ എല്ലാ വിശദാംശങ്ങളും പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കണമെന്നും വിസിറ്റേറ്ററോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭ മുഴുവനും, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ സീറോ മലബാർ വിശ്വാസി സമൂഹവും ഏറെ നാളുകളായി കാത്തിരുന്ന ഒരു നിയമനമാണ് ഇപ്പോൾ വത്തിക്കാൻ നടത്തിയിരിക്കുന്നത്. 1965 തൃശൂർ ജില്ലയിലെ മാളയിൽ ജനിച്ച ഫാദർ ജോളി വടക്കൻ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം വൈദിക പരിശീലനത്തിനായി തൃശൂർ രൂപത മൈനർ സെമിനാരിയിൽ ചേർന്നു. തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ പൂർത്തിയാക്കിയതിനു ശേഷം 1989 അന്നത്തെ ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. ഫാദർ ജോളി വടക്കൻ റോമിലെ സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മീഡിയയിലും മതബോധനത്തിലും ലൈസൻഷ്യേറ്റ് ബിരുദം കരസ്ഥമാക്കി. രൂപത മീഡിയ ഡയറക്ടർ, മതബോധന ഡയറക്ടർ, ബൈബിൾ അപ്പസ്തോലിക് ഡയറക്ടർ, പാസ്റ്ററൽ സെന്റർ ഡയറക്ടർ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾക്കു പുറമെ വിവിധ ഇടവകകളിൽ വികാരിയായും അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. 2013 മുതൽ 2019 വരെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മാധ്യമ കമ്മീഷൻ സെക്രട്ടറി ആയിരുന്നു. 2024 ജൂലൈ മുതൽ ഇരിങ്ങാലക്കുട രൂപതയുടെ വികാരി ജനറലായി സേവനം ചെയ്തു വരുമ്പോഴാണ് പുതിയ നിയമനം ലഭിച്ചിരിക്കുന്നത്. ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞ് നിഷേധിച്ച വാർത്ത ഒടുവിൽ തന്റെ പിതാവിന്റെ ഓർമ്മദിനത്തിൽ ഒരു ഫോൺ കോളിലൂടെ സത്യമാണെന്നറിഞ്ഞ നിമിഷത്തെ നിയുക്ത അപ്പസ്തോലിക് വിസിറ്റേറ്റർ മോൺസിനോർ ജോളി വടക്കൻ അനുസ്മരിച്ചു. ഇടറിയ സ്വരത്തിൽ പാട്ടുപാടി മോൺസിനോർ ജോളി വടക്കന്റെ ആദ്യ പ്രതികരണം വികാരനിർഭരമായി. ഫേക്ക് ന്യൂസ് ആണ്, കൺഫേംഡ് ന്യൂസ് അല്ല, എനിക്കറിയില്ല. എന്നാൽ ഇന്നലെ രാത്രി എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മദിനം കൂടിയായിരുന്നു. 2021 നവംബർ 17 അപ്പച്ചൻ ദൈവത്തിൻ്റെ പക്കലേക്ക്, സ്വർഗത്തിലേക്ക് യാത്രയായത്. ഞാനും ഇന്നലെ തിരിച്ച് അമേരിക്കയിലേക്ക് പോകേണ്ട അനുജൻ അവനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ രാത്രി അവിടെ ചെന്നതാണ്. അപ്പോൾ എൻ്റെ ബ്രദറിൽ ബാബു ഉണ്ട്. ആ സമയത്താണ് പിതാവിൻ്റെ കോള് വരുന്നത്. പിതാവ് പറഞ്ഞു, അച്ഛന് മെയിൽ വല്ലതും വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. തട്ടിൽ പിതാവ് വിളിച്ചിരുന്നു.
പിതാവിന് മെയിൽ ചെന്നിട്ടുണ്ട്. ഇന്ന് 3 മണിക്ക് ഇതിൻ്റെ ഒരറിയിപ്പ് ഔദ്യോഗികമായിട്ടുണ്ടാകും. ആ സമയത്ത് വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് അറിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് മാത്രം ഞാൻ തിരിച്ചു പറഞ്ഞു. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന ദൈവം, അതായിരുന്നു മനസ്സിൽ. കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ കഴിഞ്ഞ 36 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ സർവശക്തനായ ദൈവം എന്നെ ചേർത്ത് പിടിച്ച് നടക്കുകയായിരുന്നു. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.